നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് രുചി കൂടുതലായിരിക്കും. കാരണം സ്നേഹം എന്ന് പറയുന്ന ഒരു മസാല കൂടി അതിൽ ചേർക്കും. ലാലേട്ടന് അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണമാണോ ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണമാണോ കൂടുതൽ ഇഷ്ടം? നമ്മളമ്മ എന്ന് പറയുന്നത് നമുക്കൊരു വേറൊരു തരത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ആര് ഭക്ഷണം നന്നായിട്ട് വിളമ്പിത്തന്നാലും സ്നേഹത്തോടെ വിളമ്പിത്തന്നാലും അതിന് സ്വാദുണ്ടാകും. ഭാര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അമ്മയായിട്ട് മാറാം, അല്ലേ, ഒരു സഹോദരിയായിട്ട് മാറാം. ഒരുപാട് റിഫ്ലക്ഷൻസ് ഉള്ളതാണ് ഭാര്യ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്നവർക്ക് അതിലൊക്കെ മുകളിലുള്ളൊരു സ്ഥാനമാണ്. അപ്പോൾ ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണത്തിന് വേറൊരു സ്വാദ്, അമ്മ വിളമ്പിത്തരുന്നതിന് വേറൊരു സ്വാദെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇഷ്ടം ആര് നന്നായിട്ട് ഭക്ഷണം വിളമ്പി തന്നാലും എനിക്കിഷ്ടമാണ്. അതിൽ അമ്മ ഭാര്യ എന്നുള്ള വ്യത്യാസം. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അല്ല, ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാര്യമാണ്, അല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം കഴിച്ച് ശീലിച്ച ആഹാരങ്ങൾ തന്നെ ആയിരിക്കും എൻ്റെ ടേസ്റ്റ് ബഡ്സിലോ അല്ലെങ്കിൽ എൻ്റെ മെമ്മറിയിലോ എനിക്ക് താല്പര്യമുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചോറും അല്ലെങ്കിൽ റൈസിലുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിട്ട് മാറും, അല്ലേ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നത് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ദോശ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അത് ഒരു പക്ഷേ പുറത്ത് പോകുമ്പോൾ ഒരു ചേഞ്ചിന് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ദിവസങ്ങൾ കഴിക്കാമെന്നുള്ളതല്ലാതെ നമ്മുടെ സിസ്റ്റവുമായിട്ട് ഇണങ്ങി ചേർന്നിരിക്കുന്നത് ഈ അരി എന്ന് പറയുന്ന റൈസ് ആയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് ഒരുപാട് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണ്, അല്ലേ. അത് നോൺ വെജിറ്റേറിയനായാലും വെജിറ്റേറിയനൊക്കെ ആയാലും. പക്ഷേ കുറച്ച് നാളായിട്ട് നമുക്ക് ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നതിനോട് ഒരു താല്പര്യം കൂടും. നോൺ വെജിറ്റേറിയനൊക്കെ കുറയ്ക്കാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ കൂടുതലും ആ റൈസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് എനിക്ക് താല്പര്യം. മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഓണപ്പാട്ടുകൾ. ഉദാഹരണത്തിന് പൂവിളി പൂവിളി പൊന്നോണമായി. അതുപോലെ ലാലേട്ടന് ഓണം എന്ന് മനസ്സ് വരുമ്പോൾ ഏറ്റവും ആദ്യമേ ഓർമ്മ വരുന്ന ഓണപ്പാട്ട് ഏതാണ്? സിനിമയിൽ ഞാൻ ഒരുപാട് പാടിയ പാട്ടാണ് ഓണപ്പൂവേ പൂവേ പൂവേ എന്നുള്ള പാട്ട്. അതിൽ കുറേ ഒരു സാഹിത്യമുണ്ട്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നെ പല സ്റ്റേജുകളിൽ ആ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി പാട്ടുകളിലെ കുട്ടനാടൻ പുഞ്ചയിലെ അങ്ങനെ കുറേ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓണം അടുക്കും തോറും ഇപ്പോൾ ഒരു വലിയൊരു ഓണപ്പാട്ടുകളുടെ ഒരു സമാഹാരം എന്നാണ് ശരിക്കും പറയണ്ടെങ്കിലും സമാഹാരം ഉണ്ടാകല്ലേ. ഒരുപാട് പേര് ഓണത്തിനെക്കുറിച്ചുള്ള പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നു. ഓണം കഴിയുമ്പോൾ അതെല്ലാം മറക്കുന്നു. അപ്പോഴത്തേക്ക് വേറൊരു ഫെസ്റ്റിവൽ വന്ന് അതിനെക്കുറിച്ച് പാട്ടുകൾ എഴുതിയ കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ അത് ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സായിട്ട് അങ്ങ് മാറുന്നത്, ഓണച്ചന്തകളായി മറ്റേതായ കാര്യങ്ങളായി. പക്ഷേ ഓണപ്പാട്ടുകളിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്ന ഈ ഓണപ്പൂവേ എന്നുള്ള ദാസേട്ടൻ പാടിയ പാട്ടാണ്. ലാലേട്ടൻ്റെ ഭരതം, താഴ്വാരം, അമൃതം ഗമയ, തൂവൻ തുമ്പികൾ, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ വസന്തകാലമായിരുന്നു. മറ്റൊരു ശ്രേണിയായ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, താളവട്ടം, ഇത്തരം സിനിമകൾ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല? അപ്പോൾ ഇത്തരം സിനിമകൾ കാണണമെങ്കിൽ ആ സിനിമകൾ ഒരു പ്രാവശ്യം കൂടെ എടുത്ത് കാണുകയാണ് വേണ്ടത്. അല്ല, ഇത്തരം സിനിമകൾ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. തൂവാനത്തുമ്പികൾ പോലെ ഒരു സിനിമ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റൈറ്റർ ഉണ്ടായിട്ടില്ല. പത്മരാജൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അല്ലേ. താളവട്ടം എന്നൊരു സിനിമ എന്ന് പറയുന്നത് അതുപോലത്തെ ആ ജനസിൽപ്പെട്ട വേറെ പല സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് പോലെയോ ഒരു പാട്ട് പോലെയോ ഒരു ചിത്രം പോലെയൊക്കെ ഒരു പ്രാവശ്യമേ ഒരു സിനിമ ഉണ്ടാകുള്ളൂ. പിന്നെ അതുപോലത്തെ അന്നത്തെ റൈറ്റേഴ്സ് മാറി, ഡയറക്ടേഴ്സ് മാറി, പുതിയതായിട്ടുള്ള ഇപ്പോൾ വീണ്ടും ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഒരുപക്ഷെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ സക്സസ് ആകുമോ എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും അത്തരം സിനിമകൾ പിൽക്കാലത്ത് 5-10 വർഷം കഴിഞ്ഞിട്ട് വേറെ പല ലാംഗ്വേജുകളിലൊക്കെ റീമേക്ക് ചെയ്തിട്ടൊന്നും സക്സസ്ഫുള്ളായിട്ട് പോയിട്ടില്ല ആ സിനിമ. അപ്പോൾ അന്ന് ആ കാലത്ത് ആ സിനിമ എന്ന് പറയുന്നത് വലിയ സിനിമയായിരുന്നു. ഒരു പക്ഷേ ഇപ്പോഴും കണ്ടാൽ പോലും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു കെമിസ്ട്രി. ഇപ്പോൾ ടി പി ബാലഗോപാലിനൊരു സിനിമ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. കാര്യം അങ്ങനത്തെ അവസ്ഥയിലുള്ള ആൾക്കാരൊന്നുമില്ല. വളരെ നല്ല സൗകര്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ, അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ IT കമ്പനികളിലൊക്കെ ദേ വെൽ പെയ്ഡാണ്. അല്ലാതെ ഒരാൾക്ക് എനിക്ക് 500 രൂപ ശമ്പളം കിട്ടുന്നുള്ളൂ എന്നൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളും ഉണ്ടാകും. അത് സിനിമയിൽ മാത്രമല്ല, നമ്മുടെ വേഷത്തിലുണ്ടാവും, നമ്മൾ പറയുന്ന ഭാഷയിലുണ്ടാവും, ഭക്ഷണത്തിലുണ്ടാവും, എല്ലാ കാര്യത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സിനിമയിലും അങ്ങനെ ഉണ്ടാകും. അത് ഈ ചോദ്യത്തിന് പകരം അതിനേക്കാട്ടിലും നല്ല സിനിമകൾ എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. പിന്നെ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വസന്തകാലമായിരുന്നു. ഒരു പക്ഷേ അത് മാറിയിട്ട് വീണ്ടും ഒരു താളവട്ടം പോലെ
വീണ്ടും അത്തരത്തിലൊരു വസന്തകാലം സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.